ബുദ്ധൻ്റെ ശിഷ്യന്മാർ ലോകം മുഴുവൻ ഈ ഇന്ന് ക്രിസ്തുമതവും ഇസ്ലാം മതവും പഠന ഇടങ്ങളിലെല്ലാം മിഷണറി പ്രവർത്തനം തുടങ്ങിയ റിലിജനാണ്. ദ ഫസ്റ്റ് മിഷണറി റിലിജൻ ഇൻ ദ വേൾഡ് ഇസ് ബുദ്ധിസം. ധമ്മപദയും ബുദ്ധൻ്റെ ഉപദേശങ്ങളും കോഡിഫൈ ചെയ്ത് രണ്ടാമതുണ്ടാക്കിയ പുസ്തകമാണ് പുതിയ നിയമം. അത് അപ്പം ബുദ്ധനാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയാം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയാം. അയൽക്കാരൻ അമ്പലത്തിൽ പൂജിച്ച പ്രസാദം കൊണ്ടുവന്നത് പിശാചിൻ്റെ എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. അപ്പോൾ ഈ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന നാരറ്റീവ് ഞങ്ങൾക്ക് ഞങ്ങളുടേത് മാത്രമേ പറ്റൂ, നിങ്ങൾ ഞങ്ങളുടേതും കൂടെ അംഗീകരിക്കണം. ഇത് ഒരുതരം റിലീജിയസ് ഇംപീരിയലിസം അല്ലേ? ഇത് അംഗീകരിച്ച് കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു പക്ഷേ കേരളത്തിലെ ഒരേ ഒരു വ്യക്തിയായി ഞാൻ ചാപ്പ കൊടുത്തപ്പെട്ടിട്ടുണ്ട്. മറ്റെല്ലാവരും അല്പസ്വല്പം യേശു ആവാമെന്ന് പറഞ്ഞവരാണ്. ഇപ്പം ഇവന്മാരുടെ തെറി കേട്ടപ്പോഴാണ് എല്ലാവരും നന്നായത്. ഇവരുടെ ഉള്ളിൽ ഈ വർഗീയത എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ പറയട്ടെ, ശബരിമലയിൽ ആൾത്തിരക്ക് കണ്ടിട്ടല്ലേ ഇവിടെ മലയാറ്റൂരിൽ ഒരു പുതിയ മുത്തപ്പനെ കൊണ്ടുവന്നത് അല്ലേ? ആ സത്യത്തിൽ ശങ്കരാചാര്യരുടെ അച്ഛൻ്റെ കുലദേവതയാണത്. വൃഷാദ്രീശൻ എന്ന് പറയുന്ന ശിവനാണത്. അത് നമ്മുടെ പല പ്രശ്നങ്ങളിലും തെളിഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുണ്ട്. ഇങ്ങനെ മറ്റു മതസ്ഥരുടെ ഇടങ്ങൾ കയ്യേറി സ്വന്തം വിശുദ്ധ ഇടങ്ങളാക്കി പ്രഖ്യാപിച്ച് അവിടെ തീർത്ഥാടനം കൊണ്ടുവന്ന് അത്രയും ഡോളറാണ് അവർക്ക് കിട്ടുന്നത്. ബോണക്കാട് കാളിമല അവർ കുരിശുമലയാക്കി. പോട്ടെ, തമിഴ്നാട്ടിലെ മൈലാപ്പൂർ ശിവക്ഷേത്രമല്ലേ? അപ്പോൾ സെൻറ് തോമസ് മൗണ്ടായോ അതിപ്പോൾ? ഇതെല്ലാം മൂകമായി സഹിച്ച് പ്രതികരിക്കാൻ ശക്തിയില്ലാതെ ഇന്നും ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിൻ്റെ മനോഭാവത്തോടുകൂടി ഞങ്ങൾ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ്, ഞങ്ങളുടെ നിങ്ങൾ പാടിക്കോ, ഞങ്ങൾ കൈയടിക്കാം, നിങ്ങളുടേത് ഇവിടെ പാടണ്ട. അപ്പോൾ ഇവർ പറയുന്ന ഉദാഹരണങ്ങൾ എത്ര വിചിത്രവും വികലവുമാണെന്നറിയോ? ആബേലച്ചൻ കലാഭവൻ സൃഷ്ടിച്ചു. അവിടെ സരസ്വതി പൂജ ചെയ്യുമ്പോൾ ആബേലച്ചൻ അവിടെ നിന്ന് പാടുമായിരുന്നു, പെരുന്നാൾ ആഘോഷിക്കണമെന്ന് പറയുമായിരുന്നു. ഇത് മുസ്ലിങ്ങളുടെ. ആബേലച്ചൻ പള്ളിക്കകത്തല്ല അത് ചെയ്തത്. ആബേലച്ചൻ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കലാകാരന്മാർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു ട്രൂപ്പ് തുടങ്ങി. നല്ല കാര്യം. സപ്തസ്വരം ആബേലച്ചൻ ഉണ്ടാക്കിയെന്ന് പറയില്ലല്ലോ, അതോട് പറയുമോ? സപ്തസ്വരം പിന്നെ വാമദേവൻ, അഘോരൻ തുടങ്ങിയിട്ടുള്ള ശിവൻ്റെ 5 മുഖങ്ങളിൽ നിന്നുണ്ടായിരുന്ന വൈദികമായ കോൺസെപ്റ്റാണത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഭജന പാടുമ്പോൾ, നിങ്ങളിപ്പോൾ തുടങ്ങിയല്ലോ, പുതിയ ഭജന ഗ്രൂപ്പ് തുടങ്ങിയവർ, കൽവിളക്കിനും പിന്നെ കൊടിമരത്തിന് ശേഷം തുടങ്ങിയ പരിപാടിയാണ് അസിമിലേഷൻ ടെക്നിക്ക്. നിങ്ങൾ ചെയ്യേണ്ടത്, ശരി സപ്തസ്വരം ഉണ്ടാക്കിയ ശിവനാണല്ലോ, ശിവനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങാം. ചെയ്യുമോ? ഞങ്ങളൊരു കാര്യം ചെയ്യാം, ആബേലച്ചനെ ഇങ്ങനെ ഔദാര്യം ചെയ്തുകൊണ്ട് അമ്പലത്തിൽ ആബേലച്ചനെ സ്തുതിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിക്കോളാം, ഞങ്ങൾ ശിവനെ സ്തുതിച്ച ശേഷം കുഴപ്പമില്ല. നിങ്ങളിത് ചെയ്യാത്തിടത്തോളം കാലം ഞങ്ങളിത് ചേർന്ന് വാശി പിടിക്കരുത്.